കശ്മീരിൽ കൊല്ലപ്പെട്ട ശ്രീ എൻ രാമചന്ദ്രന്റെ മകൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന നമുക്കൊപ്പം ചേരുകയാണ്. വലിയ പാടാണ് ഓർത്തെടുക്കുക എന്നത് തന്നെ. അദ്ദേഹത്തെ വളരെ സുപരിചിതനായിരുന്നു ഞങ്ങൾക്ക് എല്ലാവരും, ഇടപ്പള്ളിക്കാർക്ക് എല്ലാവർക്കും തന്നെ. തൊട്ടു മുന്നിൽ വെച്ചാണ് മരണമടയുന്നത്. അതെ, അച്ഛനിപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് പറയണ പോലെ അച്ഛൻ ഒരു ബ്രേവായിട്ടും കാം ആൻഡ് ജെന്റിൽ ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പോൾ തീർച്ചയായും ഒരു മകൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരരുത്. സ്വന്തം അച്ഛൻ, എല്ലാവർക്കും അറിയാം അച്ഛനും അമ്മയും ഒരു കാലം ഉണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ച് വെടിയേറ്റ് മരിക്കുക എന്നുള്ളത് ഒരു മകൾക്കും ഒരു ലോകത്തും നടക്കരുത്. അതിജീവിച്ചത് എനിക്ക് തോന്നുന്നു അച്ഛൻ പഠിപ്പിച്ച പാഠങ്ങൾ തന്നെയാണ്. അച്ഛൻ എപ്പോഴും പറയുക, എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോൾ കിടന്ന് ബഹളം വെച്ച് കരയരുത്, അത് ആ ക്രൈസിസ് എന്താന്ന് മനസ്സിലാക്കി അടുത്ത സ്റ്റെപ്പ് എന്താന്ന് നോക്കുകയാണ് വേണ്ടത്, ബഹളം വെക്കരുതെന്നാണ് അച്ഛൻ പറയുക. പക്ഷെ ഞാൻ ആദ്യം ബഹളം വെച്ചിരുന്നു. ഞാൻ അച്ഛാന്ന് ഉറക്ക വിളിച്ച ആ ഷോട്ടിൽ, ആ ഗൺ ഷോട്ടിൽ അച്ഛാന്ന് ഉറക്ക വിളിച്ച് ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ എൻ്റെ മക്കൾ അലറിയ ആ ഒരു ഇതിലാണ് ഐ കെയിം ടു മൈ സെൻസസ്. ഞാൻ അമ്മയാണല്ലോ, എനിക്ക് എൻ്റെ മക്കൾ പറഞ്ഞു ലെറ്റ്സ് മൂവ് അമ്മ, ലെറ്റ്സ് മൂവ് എന്ന് പറഞ്ഞപ്പം പിന്നെ ഞാനൊന്നും ഓർത്തില്ല. കാരണം അച്ഛൻ ഇഞ്ചേർഡ് ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാനൊക്കെ നോക്കിയെന്നെ, വല്ല ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ സ്വെറ്റർ ഊരി എന്തെങ്കിലും വെച്ചിട്ട് ഐ നോ ദാറ്റ് ഐ കനോട്ട്, അച്ഛനെ കൊണ്ട് ഓടാനൊന്നും പറ്റില്ല. പക്ഷെ എനിക്കറിയായിരുന്നു അച്ഛൻ പോയി. അപ്പോൾ പിന്നത്തെ എൻ്റെ മക്കളെ സേവ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അമ്മയാവുമ്പോൾ നമ്മളെക്കാളും മക്കളെയും കൊണ്ട് ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ പാനിക് ആവാണ്ട് ചിന്തിച്ചു എങ്ങനെ പോകണം. അപ്പോഴാണ് ഈ അങ്ങോട്ട് പോകുമ്പോൾ പോണി റൈഡേഴ്സ് പറഞ്ഞതാണ്, കുതിരയ്ക്ക് ഓർമ്മയുണ്ടാവും എങ്ങനെയാണ് പോയെന്ന്. അവരെന്നും പോണ കുതിരകളാണ്, അപ്പോൾ അവർക്ക് വഴി അറിയാം, അവരെ വഴി തളിച്ചു വിടണ്ട, അവർക്ക് വഴി അറിയാം. അപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞു ലെറ്റ്സ് ഫോളോ ഈ കുതിരയുടെ ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്യാം. അങ്ങനെയാണ് ഞങ്ങൾ ഒരു ഏരിയ എത്തിയപ്പോൾ ഇത്രയും കൂടി ക്രൗഡായിട്ടുള്ള ആൾക്കാർ, എല്ലായിടത്തുനിന്നും ഓടി വരുന്ന ആൾക്കാരെയൊക്കെ കണ്ടു. പിന്നെ അവരുടെ കൂടെ ആ ഒഴുക്കിൽ അങ്ങനെ ഓടി പിന്നെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ താഴേക്ക് നമുക്കിങ്ങനെ ടൗണിൻ്റെ ഷെൽട്ടറൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ രക്ഷപ്പെട്ടു. എന്തായാലും അവർ പങ്കുവച്ചത് ആ ഒരു നിമിഷങ്ങളിൽ എങ്ങനെ അതിജീവനം ഉണ്ടായി, എങ്ങനെ അവർക്ക് പുറത്തേക്ക് വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുകയാണ്. തീർത്തും ഒരാളും വിറങ്ങലിച്ചു പോകുന്ന ഒരു നിമിഷങ്ങളെ അവർ തൻ്റെ 2 കുട്ടികൾ, 7 വയസ്സുള്ള പ്രായമുള്ള കുട്ടികളുമൊപ്പം എത്തി അവർ അതിജീവിച്ച ആ നിമിഷങ്ങളെക്കുറിച്ചാണ് അവർ പറയുന്നത്. തൊട്ട് മുന്നിൽ അച്ഛൻ പിടഞ്ഞു വീഴുന്നു, ഭീകരവാദികളുടെ വെടിയേറ്റ് അച്ഛൻ മരിച്ചു വീഴുന്നു. പക്ഷേ ആ നിമിഷങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് കുട്ടികളുമൊത്ത് 7 വയസ്സുള്ള കുട്ടികളുമൊത്ത് അവർ അതിന് പുറത്തേക്ക് കടക്കാൻ അവർ കാണിച്ചൊരു മനസ്ഥൈര്യവും കാര്യങ്ങളുമെല്ലാം ഉണ്ട്. അതാണ് അവർ ഈ ഒരു സമയത്ത് വളരെ വേദനയോടുകൂടി അവർ ഇവിടെ സ്വന്തം വീട്ടിന് മുന്നിൽ അവർ നിൽക്കുകയാണ്. എങ്കിലും അത്തരം കാര്യങ്ങൾ അവർ മാധ്യമങ്ങളോടടക്കം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നാളെയാണ് രാമചന്ദ്രൻ്റെ ഭൗതിക ശരീരം സംസ്കാര ചടങ്ങുകളും കാര്യങ്ങളുമെല്ലാം തന്നെ നടക്കുന്നത്. പൊതുദർശനമടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് മകളും കുടുംബവും എല്ലാം തന്നെ ഇവിടേക്ക് എത്തിയത്. ഇന്നലെയാണ് അമ്മയോട് ഈ കാര്യങ്ങൾ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. അച്ഛൻ്റെ വിയോഗം അടക്കമുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തതെല്ലാം ഇന്നലെയാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18.